ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബെറോട്ടയും ബീഫ് കറിയുമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. മാവ് നല്ലതുപോലെ അരിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുപാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് ചൂടുപാലെടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ടാണ് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നത്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം തളിച്ച് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകാതെ നോക്കണം. കുടഞ്ഞൊഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് എടുക്കാം. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അടച്ചു വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ടിത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇത് തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് വയ്ക്കുകയാണ്. ഇനി കൗണ്ടർ ടോപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വയ്ക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു പിടി ഉപ്പിട്ട് നല്ലതുപോലെ ഇതുപോലെ തൂകി എല്ലായിടവും കൂടെ തേച്ച് എടുക്കാം. അത് തൂത്ത് കളഞ്ഞതിന് ശേഷം വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തേച്ച് തുടച്ചെടുക്കാം. അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പോകും. അതിനുവേണ്ടിയാണ് അവസാനം വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് തുടയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചതിൻ്റെ മാവിൽ നിന്നും കുറച്ചെടുത്തൊന്ന് തുടച്ച് കളയാം. അപ്പോൾ തന്നെ നല്ലോണം വൃത്തിയായി കിട്ടും. അതും തുടച്ച് കളഞ്ഞതിന് ശേഷം മൈദാമാവിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം. ഏതെങ്കിലും മാവോ ഏതെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് അത് തൂത്ത് കളയാം. ഇത് തൂത്ത് കളഞ്ഞതിന് ശേഷം മാവ് അതിനകത്തിട്ട് കുഴച്ചെടുക്കാം. പരത്തുന്നതിന് വേണ്ടിയിട്ടാണ്. വീശി അടിക്കുന്നതൊന്നുമില്ല. ഇത് വെറുതെ പരത്തുന്നേ ഉള്ളൂ. ഇനി നല്ലതുപോലെ മാവിട്ട് കുഴച്ചെടുക്കാം. കുഴച്ച് ഉരുട്ടിയെടുത്തതിന് ശേഷം അത് പരത്തിയെടുക്കാം. ഇതുപോലെ വലിച്ചു നീട്ടി വേണം കുഴയ്ക്കാനായിട്ട്. ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് 1 സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ കുഴയ്ക്കുകയാണ്. നല്ലതുപോലെ ഇതുപോലെ വലിച്ച് കുഴച്ച് എടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് ഉരുട്ടി പരത്തിയെടുക്കാം. ഒറ്റ ഇതായിട്ട് തന്നെ പരത്തുകയാണ്. ഇതേപോലെ കൈത്തണ്ട് കൊണ്ട് പരത്തിയെടുക്കാം. എണ്ണ ഒഴിച്ച് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ മാവിട്ട് കുഴൽ വെച്ചും പരത്തിയെടുക്കാം. മാവ് പൊടി ഇട്ടതിന് ശേഷം കുഴൽ വെച്ച് ഇതുപോലെ വലുതായിട്ട് നീട്ടി പരത്തണം.
ആദ്യമേ ഉരുട്ടിയെടുത്തതിന് ശേഷം നീളത്തിന് വേണം പരത്തിയെടുക്കാൻ. കുറച്ച് മാവും കൂടെ തൂകി പരത്തിയെടുക്കാം. മാക്സിമം നീളത്തിൽ പരത്തുക. വീതി കുറഞ്ഞിരുന്നാൽ മതി. നീളത്തിൽ പരത്തിയെടുക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എളുപ്പമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അതേ ടേസ്റ്റിൽ തന്നെ, അതിൽ നിന്നും ടേസ്റ്റ് കാണും. ഇതുപോലെ നീളത്തിൽ പരത്തിയതിന് ശേഷം ഇതിലേക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും നെയ്യ് പറ്റത്തക്ക വിധത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇങ്ങനെ എല്ലായിടവും തേച്ച് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗവും പറ്റത്തക്ക വിധം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പൊടി വിതറി കൊടുക്കാം. മൈദാമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചതിന് ശേഷം മുകളിൽ മൈദാമാവ് ഫുള്ളായിട്ടും കവർ ചെയ്യണം. എന്നിട്ട് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചുരുട്ടി ചുരുട്ടി മുകളിലോട്ട് ചുരുട്ടുക. ഫുള്ളായിട്ടും ചുരുട്ടിയെടുക്കാം. എന്നിട്ട് അവസാനം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തത് ഓരോന്നും ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നിരത്തി കൊടുക്കാം. ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. വാല് പോലെ ഇരിക്കുന്ന ഭാഗം ഇത് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏതായാലും മതി, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാത്തിലും എണ്ണ ആയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അവസാനം നമുക്ക് പരത്തുമ്പോഴും ചുട്ടെടുക്കുമ്പോഴും അത് തന്നെ എടുക്കാം. ഇതുപോലെ എന്നിട്ട് കല്ലിൽ വെച്ച് കൈത്തണ്ട വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൈത്തണ്ട വെച്ച് പരത്താം, അല്ലെങ്കിൽ കുഴൽ വെച്ച് പരത്താം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ എളുപ്പത്തിന് പരത്തിയെടുക്കാം.
എല്ലാ പൊറോട്ടയും ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കിയപ്പം. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. ഇത് എളുപ്പമാണ്. ഇതുപോലെ എല്ലാം എണ്ണ തൂകി വേണം, എണ്ണ ഒന്ന് തൊട്ട് തേച്ച് വേണം പരത്തിയെടുക്കാൻ. രണ്ട് ഭാഗവും എണ്ണ തടവി കൊടുക്കണം. എങ്കിലേ അടുക്കി വയ്ക്കാനും പറ്റത്തുള്ളൂ. ഇത് പരത്തുന്നതും എണ്ണ തേച്ച് വേണം, അടുക്കി വയ്ക്കുന്നതും എണ്ണ തേച്ചിട്ട് വേണം. ഇപ്പം ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കല്ല് ചൂടാക്കി ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോഴും ഓരോ സ്പൂൺ ഓയിലൊഴിച്ച് വേണം ചുട്ടെടുക്കാൻ. രണ്ട് ഭാഗവും ഓരോ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഇത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ആണ് ടേസ്റ്റ് കൂടുതൽ പൊരിച്ചെടുക്കുമ്പം. നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ മൊരിഞ്ഞ് വരുന്നത് വരെ അടുപ്പിലിട്ട് ചുട്ടെടുക്കണം. ഇതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം എടുത്ത് മാറ്റാം. ഒരു 3, 4, 5 അടുക്കി വയ്ക്കാം. ചെറിയ ചൂടോടെ തന്നെ ഞാനിത് അടുക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 4 സൈഡും അടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒറിജിനൽ പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. നല്ല രസത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ടും ഉണ്ടാക്കിയെടുത്തതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ഉള്ള പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഇനി ബീഫ് കറിയും കൂടെ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. ബീഫ് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞ് 2 സവാള അരിഞ്ഞ് താളിക്കാം. എണ്ണ ഒഴിച്ചൊന്ന് താളിക്കാം. അതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ചതച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം കൊച്ചുള്ളി, ഒരു പിടി കൊച്ചുള്ളി അതും കൂടെ ഒന്ന് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇറച്ചി കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചേർത്ത്
കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇത് ഒരു നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഒരു ചെറുനാരങ്ങ 2 മുറിയും നല്ലതുപോലെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വയ്ക്കാം. അടച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു. നല്ലതുപോലെ വെന്ത ഇറച്ചിക്കറിയാണ്. ഇനി പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും പൊറോട്ടയും തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.